Good morning. Today we shall see the second theory of capital structure, that is the net operating income approach. Clear? ആദ്യത്തെ എന്തായിരുന്നു? ഫസ്റ്റ് വൺ വാസ് നെറ്റ് ഇൻകം തിയറി ആയിരുന്നു. നെറ്റ് ഇൻകം തിയറിയിൽ എന്താണ് പറയുന്നത്? വാട്ട് ഡസ് ദാറ്റ് സേസ്? നെറ്റ് ഇൻകം അപ്രോച്ച് സേസ് ദാറ്റ് as and when you have more and more debt in the capital structure, what happens is that the value of the firm increases and the overall cost of capital comes down. അതല്ലേ നമ്മൾ പഠിച്ചത്? Because of the cheaper source of fund called debt. Net income approach says that when you have more and more amount of debt in the capital structure, the value of the firm increases and the overall cost of capital comes down because of the advantage of the cheaper source of fund. Is it clear for you? And now you are going to study about the net operating income approach. It is propounded by Durant, and this also says about the extreme effect of ഡെപ്റ്റിൻ്റെ ഒരു എക്സ്ട്രീം ഇഫക്റ്റാണ് ഇതിൽ പറയുന്നത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദാറ്റ് മീൻസ് ഇറ്റ് സേസ് ദാറ്റ് ഇറ്റ് ഈസ് ഡയറക്ട്ലി ഓപ്പോസിറ്റ് ടു നെറ്റ് ഇൻകം അപ്രോച്ച്. നെറ്റ് ഇൻകം അപ്രോച്ചിൻ്റെ ഓപ്പോസിറ്റാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. അപ്പോൾ എന്താവും? ദാറ്റ് മീൻസ് ദ ഡെപ്റ്റ് ഡസൻറ്റ് ഹാവ് എനി റെലവൻസ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദ വാല്യൂ ഓഫ് ദ ഫേം റിമെയിൻസ് ദ സെയിം. ക്ലിയർ? സോ ഇറ്റ് സേസ് ദാറ്റ് ദ ചേഞ്ച് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡസ് നോട്ട് എഫക്ട് ദ വാല്യൂ ഓഫ് ദ ഫേം ആൻഡ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇപ്പം നമ്മൾ പറയുന്ന പോലെ 10% ഡെപ്റ്റും 90% ഇക്വിറ്റി അപ്പുറം എന്താ ഉണ്ടാവുക വെച്ചാൽ 90% ഡെപ്റ്റും 10% ഇക്വിറ്റി. ഇത് ഏത് രീതിയിലാണെങ്കിലും അവർ വാല്യൂ ഓഫ് ദ ഫേം റിമെയിൻസ് സെയിം ആയിരിക്കും വാല്യൂ ഓഫ് ദ ഫേം എന്നാണ് നെറ്റ് അപ്രോച്ച് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് പറയുന്നത്. അതായത് ഡിബെഞ്ചർ എന്ന് പറഞ്ഞൊരു ടേമിന് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ യാതൊരു റെലവൻസും ഇല്ല എന്നുള്ളതാണ് അവിടെ കൃത്യമായിട്ട് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഇപ്പോൾ വെദർ ഇറ്റ് ഈസ് 50-50, 50% 50-50 ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോ, അല്ലെങ്കിൽ 25-75 ആവാം. It can be 75-25, it can be 60-40, let it be anything. What they says is that the value of the firm remains the same and overall cost of capital also. So K0 and V remains constant here. It doesn't have any change in the capital structure. വെറുതെ അങ്ങനെ പറഞ്ഞു പോവല്ല. You have a valid explanation with regard to this. We are going to see that. Before that, let me tell you the basic assumptions behind the theory, right? So we are going for the assumptions now. So first assumption is that the market capitalizes the value as a whole. Firm in the value ആണ് ഇവിടെ മാർക്കറ്റ് കെയും കെ ഡിയിലൊന്നും അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. The market capitalizes the K0. So the market capitalizes the value of the firm as the whole. ഒരു ഫേമിൻ്റെ വാല്യൂ ഒരുമിച്ചാണ് എടുക്കുക, അല്ലാതെ മാർക്കറ്റിൽ ഫേമിൻ്റെ വാല്യൂ ഓഫ് ഡെപ്റ്റും ഫേമിൻ്റെ വാല്യൂ ഓഫ് ഇക്വിറ്റിക്കും അല്ല ഇമ്പോർട്ടൻസ്. വാല്യൂ ഓഫ് ഡെപ്റ്റിന് ഓവറോൾ വാല്യൂവിനാണ് ഇമ്പോർട്ടൻസ് എന്നാണ് പറയുന്നത്. ക്ലിയർ? ആൻഡ് ദ ബിസിനസ് റിസ്ക് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. റിസ്ക് ഓഫ് ദ ബിസിനസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് എന്നുള്ളതാണ് അടുത്ത അസംഷൻ. ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. ക്ലിയർ? അറ്റ് എവറി ലെവൽ ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ്. നേരത്തെ പറഞ്ഞു 90-10 ആയാലും കുഴപ്പമില്ല, 10-90 ആയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, ഡിബെഞ്ചർ 90% കടമുള്ള ഒരു കമ്പനിയുടെ റിസ്ക് വളരെ ഹൈ ആയിരിക്കും. ആ റിസ്ക് ഒരിക്കലും കൂടില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് ഈ ഒരു തിയറിയുടെ അസംഷനാണ്. ക്ലിയർ? അത് ശരിയായിക്കൊള്ളണം എന്നില്ല, ബട്ട് ദിസ് ഇസ് ഈ ഒരു അസംഷനിൽ മാത്രമേ ഈ തിയറി വർക്കാവുള്ളൂ. സോ ബിസിനസ് റിസ്ക് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അറ്റ് എവറി ലെവൽ ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ്. ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് ഏത് ലെവലാണെങ്കിലും ബിസിനസ് റിസ്ക് ഇസ് കോൺസ്റ്റൻറ്റ് ഹിയർ. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? പറയുന്നത് ക്ലിയർ അല്ലേ? ആൻഡ് ലെറ്റ് us see the third assumption. Third assumption is that again same assumption, no corporate tax. Corporate tax ഇല്ല.
ഈ 3 അസംഷൻ വെച്ചിട്ടാണ് ഈ ഒരു തിയറി പ്രോഗ്രസ് ചെയ്യുന്നത്. തിയറിയെക്കുറിച്ച് പറയാം. തിയറി സേസ് ദാറ്റ് what does the leverage doesn't have any impact on the value of the firm, or the capital structure doesn't influences the value of the firm. The capital structure has got no relevance in deciding about the value of the firm. Let it be 50-40, let it be 20-70, the value of the firm remains constant here, and the overall cost of capital also will not change. That's what is told by this theory. And what is the reason is that റീസൺ പറയുന്നത് വളരെ വാലിഡ് ആയിട്ടാണ്. ഇപ്പോൾ നമ്മൾക്ക് അറിയാം, ഒരു സൈഡിൽ ഡെപ്റ്റ് കൂടുകയാണ്. ഇപ്പോൾ നമ്മൾ ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ആ ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? കൂടുതൽ ഡെപ്റ്റ്, ഇപ്പോൾ 10% 20%, 20% 30%. അപ്പോൾ അതിങ്ങനെ കൂടുമ്പോൾ ദ ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻക്രീസസ്. ഫിനാൻഷ്യൽ റിസ്ക് ഇൻക്രീസ് ചെയ്യും അല്ലേ? അപ്പോൾ ഇറ്റ് ഇൻക്രീസസ്. അപ്പോൾ അങ്ങനെ ഫിനാൻഷ്യൽ റിസ്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? വാല്യൂ ഓഫ് ദ ഫേം കുറച്ച് കുറയും സാധ്യത ഉണ്ട്. ചില സമയത്ത് ഡെപ്റ്റ് കോൺസ്റ്റൻ്റ് ആവും. അപ്പോൾ ഫിനാൻഷ്യൽ റിസ്ക് അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഡെപ്റ്റിന് ഒരു അഡ്വാൻറ്റേജ് നമ്മൾ കഴിഞ്ഞ തിയറിയിൽ പറഞ്ഞിരുന്നു. ദിസ് ഈസ് എ ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ട് അല്ലേ? ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ട്. അപ്പോൾ one side you have an advantage. This is an advantage. This is a disadvantage. ഇതൊരു disadvantage ആണ്. So what here you are saying is that the advantage of using cheaper source of fund is exactly offset by the disadvantage that there is an increased risk of financial risk. There is an increased financial risk when you use more and more debt. ഞാൻ ഒന്നും കൂടിയും പറയാം. ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഡെപ്റ്റ് കൂടുതൽ ഉപയോഗിച്ചാൽ നമുക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആ അഡ്വാൻറ്റേജ് കൊണ്ട് ചിലപ്പോൾ വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്താലും അതേ ഇൻക്രീസ് തന്നെ ഇറ്റ് ഈസ് എക്സാക്ട്ലി ഓഫ്സെറ്റ് ബൈ ദ ഫിനാൻഷ്യൽ റിസ്ക്. ഡെപ്റ്റ് കൂടുന്നത് കൊണ്ടുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫിനാൻഷ്യൽ റിസ്ക്കുമായിട്ട് കൃത്യമായി തുലനം ചെയ്തു പോകും. ഈസ് എക്സാക്ട്ലി ഓഫ്സെറ്റ്. സോ വാട്ട് ഹാപ്പൻസ്? ഇപ്പോൾ 10% വാല്യൂ ഓഫ് ദ ഫേം കൂടി, ഫിനാൻഷ്യൽ റിസ്ക് കൂടുമ്പോൾ 10% വീണ്ടും കുറയും. ഫിനാൻഷ്യൽ റിസ്ക് കൂടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് നമ്മൾക്ക് കടം കൂടി വരികയാണ്. അപ്പോൾ കടം കൂടുതലുള്ള കമ്പനിക്ക് ആൾക്കാരുണ്ടാവില്ല, പിന്നെ കൂടുതൽ ഷെയർ എടുക്കാൻ ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ മാർക്കറ്റിൽ ഷെയറിൻ്റെ ഡിമാൻഡ് കുറയും, വാല്യൂ ഓഫ് ദ ഫേം കുറയും. അപ്പോൾ ഒരു സൈഡിൽ ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ട് ഉണ്ടെങ്കിലും ആ ഡെപ്റ്റ് കൂടുമ്പോൾ അതിനുള്ള ഫിനാൻഷ്യൽ, സോ ലിവറേജ് ഹാസ് ഗോട്ട് നോ ഇമ്പോർട്ടൻസ് ഹിയർ. ലിവറേജിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ട്, അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എൻജോയ് ചെയ്യുന്നുണ്ട്. ബട്ട് ദാറ്റ് അഡ്വാൻറ്റേജ് ഇസ് എക്സാക്ട്ലി ഓഫ്സെറ്റ് ബൈ ദ ഫിനാൻഷ്യൽ റിസ്ക് ദാറ്റ് ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹാവ്. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? സോ ആ ഒരു അഡ്വാൻറ്റേജ് എക്സാക്ട്ലി ഓഫ്സെറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കാരണം കൊണ്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് K0 remains constant. K0ന് ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടാവില്ല. ഇറ്റ് ഈസ് ദ KE വിച്ച് ചേഞ്ചസ്. KE ആണ് മാറിക്കൊണ്ടിരിക്കുക ഇവിടെ. സോ നമ്മൾക്ക് ആ ഡയഗ്രത്തിൻ്റെ പാർട്ടിലേക്ക് കിടക്കാം. എക്സ്പ്ലനേഷൻ കഴിഞ്ഞു എൻ്റെ. ലെറ്റ് us see the diagram. ഡയഗ്രത്തിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. KD റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. KDക്ക് മാറ്റമൊന്നുമില്ല, കാരണം ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ടാണ്, ഒരേപോലെ തന്നെ നിൽക്കും. പക്ഷെ നമ്മൾ K0 കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. K0ന് എന്താ സംഭവിക്കുക? K0 റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. കാരണം K0 ഈസ് ഓൾവേസ് ബിഗ്ഗർ ദാൻ KD. KDയേക്കാളും കൂടുതലാണ് K0 ഉണ്ടാവുക. കാരണം ഓവറോൾ കോസ്റ്റ് അല്ലേ, ഇതിൽ ഇക്വിറ്റിയും കൂടി ഉണ്ടല്ലോ. അപ്പോൾ K0 റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ കോൺസ്റ്റൻ്റ് ആവാനുള്ള കാരണം എന്താ? ഇറ്റ് ഈസ് ദ KE വിച്ച് ചേഞ്ചസ്. KE ആണ് ചേഞ്ച് ചെയ്യുക. കാരണം ലിവറേജ് കൂടുമ്പോൾ ഫിനാൻഷ്യൽ ബേർഡൻ കുറയുച്ചാലും, അതായത് പിന്നെ അതിനൊരു ഫിനാൻഷ്യൽ റിസ്ക് കൂടുതലാണ്. ഇത് രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ട് വരുമ്പോൾ K0 കീപ്സ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ദ KE വിച്ച് ചേഞ്ചസ്. ഇവിടെ കോൺസ്റ്റൻ്റ് അല്ലാത്തത് KE ആണ്. KEക്കാണ് മാറ്റം വരിക. പക്ഷെ KEക്ക് മാറ്റം വന്നോ ഇല്ലേ എന്നുള്ളത് ആരും ശ്രദ്ധിക്കില്ല. മാർക്കറ്റ് ആരുടെ കാര്യം മാത്രമേ നോക്കുള്ളൂ? K0ൻ്റെ കാര്യം. അപ്പോൾ സെക്കൻഡ് തിയറി പ്രകാരം കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ സെക്കൻഡ് തിയറി പ്രകാരം എന്താണ് ചേഞ്ച് ചെയ്യണത്? KE ആണ് ചേഞ്ച് ചെയ്യണത്. KE ആണ് മാറിക്കൊണ്ടിരിക്കുക. ക്ലിയർ?
അപ്പോൾ ആ ഒരു ഡയഗ്രാം ഇവിടെ പറയുന്നത് നേരത്തെ കെ ഇ കോൺസ്റ്റൻ്റ് ആയിരുന്നു, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കെ ഇ ആണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, കെ ഇക്കാണ് മാറ്റം വരിക. മാർക്കറ്റ് വാല്യൂ ഓഫ് കെ ഇ ആണ് ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ളത്. ഓവറോൾ കോസ്റ്റ് ഓഫ് ദ ഫേം കണ്ടിന്യൂസ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ കെ ഡിയും കെ സീറോയും തന്നിട്ടുണ്ട് വെച്ചാൽ നമുക്കറിയാം ക്വസ്റ്റ്യൻ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് പ്രകാരമാവും ഉണ്ടാവുക. ബേസിക്കലി നമ്മൾ പഠിച്ച ഫോർമുലാസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. നേരത്തെ ഫോർമുല എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? വാട്ട് വാസ് ദാറ്റ് ഫോർമുല? വി ഈസ് ഈക്വൽ ടു, വി എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്? വി ഈസ് ഈക്വൽ ടു എസ് പ്ലസ് ഡി ആണ്. ഇവിടെ എന്താണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എസ് ആണ്. സോ ഇവിടെ നമ്മളുടെ ഫോർമുല എന്താവും? എസ് ഈസ് ഈക്വൽ ടു വി മൈനസ് ഡി. ഇതാണ് നമ്മുടെ ഫോർമുല ഉണ്ടാവുക. ക്ലിയർ? നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ കെ സീറോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്? കെ സീറോ ഈസ് ഈക്വൽ ടു എബിറ്റ് ബൈ വി ആണ് നോക്കിയിരുന്നത്. ഇപ്രാവശ്യം അങ്ങനെയല്ല, വി ആണ് കാൽക്കുലേറ്റ് ചെയ്യണത്. കാരണം കെ സീറോ വിൽ ബി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ എബിറ്റ് ബൈ കെ സീറോ. അപ്പോൾ പഴയ ഫോർമുല മാത്രം പഠിച്ചാൽ മതി. വീണ്ടും ഫോർമുലാസ് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് തന്നെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യണത്. പിന്നെ ഇവിടെ വർക്കൗട്ട് ചെയ്യണത് എസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരിക. എസ് ഇസ് ഈക്വൽ ടു വി മൈനസ് ഡി. കെ ഇ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല. ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഓർ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് വിൽ നോട്ട് ബി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. കാരണം അതാണ് ഫ്ലക്ച്വേറ്റിംഗ്. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഏർണിങ്സ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ്, ടാക്സും ഇൻട്രസ്റ്റും കഴിഞ്ഞിട്ടുള്ള ഏർണിങ്സ് വിച്ച് ഇസ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ എസ് ആണ്. ഡിവൈഡഡ് ബൈ എസ് ആണ് നമ്മൾ ചെയ്യുക. എസ് മീൻസ് വാട്ട്? മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം, മാർക്കറ്റ് വാല്യൂ ടോട്ടൽ വി മൈനസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ്. ക്ലിയർ? ഡെപ്റ്റുമായിട്ടുള്ള മാർക്കറ്റ് വാല്യൂ ആണ്. സോ എബിറ്റ് മൈനസ് ഐ ഡിവൈഡഡ്, ടാക്സ് ഇല്ല, ടാക്സ് തന്നിട്ടുണ്ടാവില്ല, ബിഫോർ ടാക്സ് ആണ് ഇവിടെ, ബിഫോർ ടാക്സ് ആട്ടോ. ഡിവൈഡഡ് ബൈ, കാരണം ടാക്സ് തന്നിട്ടുണ്ടാവില്ല, വി മൈനസ് ഡി. ഇങ്ങനെയാണ് ഫോർമുല വരിക. കെ ഇ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ മറ്റേതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത്. ബേസിക് ആയിട്ട് നെറ്റ് ഇൻകം അപ്രോച്ചിൻ്റെ ഫോർമുലാസ് മാത്രം പഠിക്കുക. കാരണം അത് വെച്ചിട്ട് ഇതിലേക്ക് ചേഞ്ച് കൊണ്ടുവന്നാൽ മതി. ഇതിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത് മാത്രം. ഇവിടെ കെ ഇ ആവും ചേഞ്ച് ചെയ്യുക, ഫ്ലക്ച്വേറ്റ് ചെയ്യുക. കെ ഇ കീപ്സ് ഓൺ ഇൻക്രീസിങ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ് ഇൻക്രീസ് ചെയ്യണത്, കെ സീറോ അല്ല. കാരണം ലിവറേജ് കൂടും തോറും വാട്ട് ഹാപ്പൻസ്? അവർക്ക് ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് സ്റ്റാർട്ട്സ് ഇൻക്രീസിങ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് സ്റ്റാർട്ട്സ് ഇൻക്രീസിങ്. ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് കമ്പനിക്ക് അവകാശപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ടിൻ്റെ അത് മാത്രമല്ല, ഫിനാൻഷ്യൽ റിസ്ക് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോസ്റ്റ് കൂടും. അതുകൊണ്ടാണ് കെ ഇ ഇൻക്രീസ് ചെയ്യണത്. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു ദിസ് വൺ? So study well and we'll see the problems in the next class. Okay.